ഹെൽത്തി മാംഗോ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതെന്താ യാമി കുട്ടിക്ക് ഒരു ഐസ്ക്രീം തിന്നാനാണ് അല്ലേ യാമി? അപ്പോൾ എന്ത് ഐസ്ക്രീമാണ് യാമിക്ക് വേണ്ടേ? മാംഗോ ഐസ്ക്രീം. അപ്പോൾ യാമി കുട്ടിക്ക് നമുക്കൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാംഗോ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി യാമി കുട്ടിക്ക് കൊടുക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് ഹെൽത്തി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു മാംഗോ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണിച്ചില്ലേ, ഇത് നട്ട്സ് പൗഡറാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ പൊടിച്ച് ബോട്ടിലാക്കി വെച്ചേക്കുന്നതാണ്. യാമിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാഷ്യൂവും ആൽമണ്ടും വാൾനട്ട്സും ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് മിൽക്ക്. ഞാൻ അതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. അപ്പം ആവശ്യത്തിന് മാംഗോയിൽ നിന്ന് തന്നെയുള്ള മധുരമുണ്ട്, മിൽക്കുണ്ട്. സോ ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് പിന്നെ വേണ്ടത് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കണ ഈ ഒരു ബോട്ടിലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, ടെമൂന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാംഗോ, നട്ട്സ് പൗഡർ, മിൽക്ക്. അത് കഴിഞ്ഞിട്ട് മാംഗോ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു 4 പീസ് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഇതിൻ്റെ നാരൊന്നും നമുക്ക് ഐസ്ക്രീമിനകത്തിലോട്ട് എടുക്കണ്ട. അപ്പം ഫ്രഷ് പീസ് മാത്രം എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞ് ഇനി നമുക്കിതിനെ പാലൊഴിച്ച് ആവശ്യത്തിന് മാംഗോ ഇട്ട് നമുക്ക് മിക്സിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫുൾ മാംഗോ ഇടണില്ല കേട്ടോ. കാര്യം യാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ഐസ്ക്രീം മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മാംഗോ മാത്രം ഒഴിച്ചു, ആവശ്യത്തിന് വേണ്ട മിൽക്ക് ഒഴിച്ചു. അതിനടുത്തിട്ട് നമുക്കിനി നട്ട്സ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നട്ട്സ് പൗഡറാണ് ഞാൻ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മിക്സിനെ ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പം ഈ ഗ്രൈൻഡ് ചെയ്തെടുത്തതിനെ നമുക്ക് നമ്മളുടെ ഐസ്ക്രീം ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ മിക്സ് ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിന് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒഴിക്കണം. സ്ട്രോ ഇട്ടിട്ട് നമുക്കതിനെ അടച്ച് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സ്ട്രോ ഇട്ടിട്ട് നമ്മുടെ ഫ്രീസറിൽ അടച്ച് വയ്ക്കാൻ പോകുന്നു. ഫ്രീസറിൽ അടച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാവും. അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലോയിങ് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. ഐസ്ക്രീം കൊള്ളാമോ യാമി? സൂപ്പറാ. അപ്പോൾ ഇതാണ് നമ്മുടെ യാമിക്കുട്ടിയുടെ ഫീഡ്ബാക്ക് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ. ഐസ്ക്രീം ഇഷ്ടമായോ? Till then okay. Till then bye bye. Till then bye bye. Till then okay.